നമ്മളൊക്കെ ഫർദും സുന്നത്തുമായിട്ട് ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവരാണ്. എന്നാൽ ഫർദ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. അറിയുന്നവരുണ്ടാകും, എന്നാൽ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സുന്നത്തായ നിസ്കാരങ്ങൾ. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ദലായ, ഏറ്റവും ശ്രേഷ്ഠമായ പല നിസ്കാരങ്ങളുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട മഹത്തായ നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരത്തിൻ്റെ വിവിധങ്ങളായ ശ്രേഷ്ഠതകളും അതുപോലെ തന്നെ ളുഹാ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും നമ്മളൊന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം ഈ ളുഹാ നിസ്കാരത്തിന് ശേഷം മഹത്തായ ഒരു ദുആ, മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഈ ഒരു പ്രാർത്ഥനയും കൂടെ ചൊല്ലിയിട്ട്, ഈ ഒരു ദിക്റ് കൂടെ ചൊല്ലിയിട്ട് നമ്മൾ റബ്ബിനോട് ദുആ എന്നാൽ ആ ദുആ കൊണ്ട് നമുക്ക് കിട്ടുന്ന വമ്പൻ ഒരു 10 നേട്ടങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. പൂർണ്ണമായി കേൾക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പല ആളുകളും സുന്നത്തായ നിസ്കാരങ്ങൾ ഒഴിവാക്കി കളയും. അതിൻ്റെ മെയിൻ കാരണം പറയുന്നത് ഫർളായ നിസ്കാരങ്ങൾ ഖളാ ഉള്ളത് കൊണ്ടാണ് ഉസ്താദെ നിസ്കരിക്കാത്തത് എന്ന. എന്നാൽ ഫർളായ നിസ്കാരങ്ങൾ ഖളാ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതായ ചില സുന്നത്തായ നിസ്കാരങ്ങളുണ്ട്. അവർ സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കും സുന്നത്ത് നിസ്കരിക്കാൻ കഴിയും. അതിന് ഒരു മാർഗം ചെയ്താൽ മതി. മഹാഭാഗ്യവാന്മാർക്കല്ലാതെ ഈ ഒരു സുന്നത്തായ നിസ്കാരം നിസ്കരിക്കാൻ കഴിയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗ്യവാന്മാർക്ക് ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന രൂപത്തിലാവണം അവരുടെ നിസ്കാരം. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് എന്ന് പൂർണ്ണമായി നമുക്കൊന്ന് കേട്ടു നോക്കാം. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു അറിവ് നമുക്ക് കരസ്ഥമാക്കാം, വലിയൊരു ഇൽമ് നമുക്ക് നേടിയെടുക്കാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. കൽബിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമ്മമാർ, സഹോദരിമാർ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകുകയും അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കുകയും ചെയ്യുമാറാകട്ടെ. ഫർളായ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കാറുണ്ട്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി. ഈ ഫർളായ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഫർള് നിസ്കാരം ഏതാണ് എന്ന് പലപ്പോഴും നമ്മളിൽ പലർക്കും അറിയില്ല. എന്നാൽ കേട്ടു വെച്ചോ, ഏറ്റവും അഫ്ളലായ നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം സുബ്ഹി നിസ്കാരമാണ്. സുബ്ഹി നിസ്കാരം, അതും സുബ്ഹികളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചയുടെ സുബ്ഹിക്ക് ഏറ്റവും കൂടുതൽ ഫളലുണ്ട്. ആ ഫർളായ സുബ്ഹി നിസ്കാരം പലപ്പോഴും നമ്മൾ ഒഴിവാക്കി കളയലാണ്. അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ സുന്നത്തായ പല നിസ്കാരങ്ങളും നമ്മൾ നിസ്കരിക്കാറുണ്ട്. ഈ സുന്നത്തായ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ, ഏറ്റവും പവർഫുള്ളായ സുന്നത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് റവാത്തിബ് സുന്നത്തുകളാണ്. റവാത്തിബ് സുന്നത്തുകൾ, അതിൽ മുഅക്കദായ, ശക്തിമത്തായ ചില സുന്നത്തുകളുണ്ട്. നമ്മുടെ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള ഫർള് നിസ്കാരത്തിന് ളുഹറിന് മുമ്പും ശേഷവും, അസറിന് മുമ്പ്, അതുപോലെ തന്നെ മഗ്രിബിന് മുമ്പും ശേഷവും, അതുപോലെ ഇശായിന് മുമ്പും ശേഷവും, സുബ്ഹിക്ക് മുമ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നിസ്കരിക്കുന്ന റവാത്തിബായ സുന്നത്തുകളുണ്ടല്ലോ. ഈ റവാത്തിബ് സുന്നത്തുകൾക്കാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ പവറുള്ളത്. എന്നാൽ ഈ റവാത്തിബ് അങ്ങോട്ട് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരം നമ്മൾ പലപ്പോഴും അതിൻ്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് പറയുന്ന വീഡിയോയിൽ ഈ ളുഹാ നിസ്കരിക്കുന്ന ആൾക്ക്, അതോടൊപ്പം തന്നെ ഈ ളുഹാ നിസ്കാര ശേഷം ഈ മഹത്തായ ഒരു ദിക്റ് കൂടെ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന വലിയ 10 നേട്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് ളുഹാ നിസ്കാരം എന്നും, എങ്ങനെയാണത് നിസ്കരിക്കേണ്ടത് എന്നും, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നും, എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്നും, എന്തൊക്കെയാണ് ആ ളുഹാ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ എന്നും, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. ളുഹാ നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൽപ്പെട്ട ഒന്നാമത്തെ നേട്ടം, ആ വ്യക്തിയുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന. ളുഹാ നിസ്കരിക്കുന്ന ആളുകളുടെ പാപങ്ങൾ മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്തു തരും. ചെറുദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. വലിയ പാപങ്ങൾ തൊട്ട് അള്ളാഹു അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യും. ദോഷങ്ങളൊന്നുമില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റും. ഒന്നാമത്തെ നേട്ടം അതാണ്. രണ്ടാമതായി ആ വ്യക്തിക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ഈ ഒരു നിസ്കാരം വിജയികൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്നൊരു നിസ്കാരമാണ്. അതായത് ഈ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയികളായി അള്ളാഹു പരിഗണിക്കും. ആ വ്യക്തികളെ ഫായിസീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തും. നോക്ക്, മൂന്നാമതായി അയാൾക്ക് കിട്ടുന്ന നേട്ടം,
ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 360 പരം വരുന്ന ജോയിൻറ്റുകളുണ്ട് എന്ന് മുത്തനബി തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുകയാണ്, ഈ 360 ജോയിൻറ്റുകൾക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വതക്ക കൊടുക്കണമെന്ന്. ഈ 360 ജോയിൻറ്റുകൾക്കും പകരമായിട്ട് ബദലായിട്ട് ഓരോ ദിവസവും രാവിലെ സ്വതക്ക കൊടുക്കണമെന്ന് മുത്തനബി തങ്ങൾ പറയുന്നു. ആ സ്വതക്കയുടെ കൂലി എന്ത് ചെയ്യും? അതായത് 360 സ്വതക്കയുടെ കൂലി 2 റക്അത്ത് ദുഹാ നിസ്കാരത്തിന് ലഭിക്കുന്നതാണ് എന്ന്. നാലാമതായി മഹാന്മാർ പഠിപ്പിച്ച ഈ മഹത്തായ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, പരിപൂർണമായി ഒരു ഉംറ നിർവഹിച്ചതുപോലത്തെ കൂലി ആ മനുഷ്യൻ ലഭിക്കുമെന്ന്. ഒരു ഉംറ നിർവഹിക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് ഇല്ലേ? സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കുറച്ച് പ്രയാസമില്ലേ? എന്നാൽ പരിപൂർണമായി ഒരു ഉംറ നിർവഹിച്ചതുപോലത്തൊരു കൂലി ലഭിക്കാൻ 2 റക്അത്ത് ദുഹാ നിസ്കാരം തന്നെ ഏറ്റവും അഫ്ളലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അഞ്ചാമതായി പറയുന്നൊരു നേട്ടം കേൾക്കണോ? മനസ്സിൽ ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് കിട്ടാൻ ദുഹാ നിസ്കാരവും അതിന് ശേഷമുള്ള പ്രാർത്ഥനയും റബ്ബ് കബൂലാക്കുന്നതാണ് എന്ന്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ ദുഹാ നിസ്കാരത്തോളം ഫദിലുള്ള പവറുള്ള മറ്റൊരു സുന്നത്തായ നിസ്കാരത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മഹാന്മാർ വളരെ ശക്തിമത്തായ വലിയ പവറുള്ള ഇജാബത്തിൻ്റെ സമയമായി പഠിപ്പിച്ചു തന്നതാണ്. ആറാമതായി കിട്ടുന്ന നേട്ടം കേൾക്കണോ? ടെൻഷൻ മാറാൻ, അതുപോലെ തന്നെ മടി മാറാൻ, അതുപോലെ അലസത മാറിക്കിട്ടാൻ, അഡിക്ഷൻ മാറിക്കിട്ടാൻ തുടങ്ങി നമുക്ക് വേണ്ടാത്ത, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത സകല പോരായ്മകളും ഇല്ലായ്മ ചെയ്യാൻ ദുഹാ നിസ്കരിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുക്കുന്നതാണ്. നോക്കുക, ദുഹാ നിസ്കാരം കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമായി തീരുന്നതാണ്. ഏഴാമതായി കിട്ടുന്ന നേട്ടം, ശാരീരികമായ സകല വേദനകളും മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടാൻ, ശരീരത്തിൻ്റെ പോരായ്മകൾ മാറിക്കിട്ടാൻ കാരണമായി തീരുന്നതാണ് ദുഹാ നിസ്കാരം. ഒരാൾ കൃത്യമായി ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ പ്രോബ്ലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുന്നതാണ്. എട്ടാമത്തെ മാർഗം, സ്വർഗത്തിന് 8ഓളം വരുന്ന കവാടങ്ങളുണ്ട്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും അതിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കും. അതായത് അയാൾക്ക് ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ ആ എന്തിലേക്ക്? സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം കൊടുക്കും. 9ാമത്തെ പ്രതിഫലമായി ഇതിന് കിട്ടുന്ന ശ്രേഷ്ഠതയായി മഹാന്മാർ പഠിപ്പിച്ചു തന്നത്, ഏകാഗ്രത കിട്ടാൻ കാരണമായി തീരും. നമുക്ക് മറ്റ് പ്രയാസങ്ങൾ നീങ്ങിയിട്ട് മനസ്സിന് ഏകാഗ്രത കിട്ടാൻ ഈ ഒരു നിസ്കാരം കാരണമായി തീരും, സബബായി തീരും. കാരണം ആ സമയം അങ്ങനത്തെ ഒരു സമയമാണ്. ആ സമയത്തിൻ്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ മഹത്വം ലഭിക്കുന്നത്. 10ാമത്തെ മഹത്തായൊരു മാർഗം, നരകം, അതുപോലെ തന്നെ അദാബുകൾ, ഖബറിൻ്റെ ബുദ്ധിമുട്ടുകൾ, അവകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ കാരണമായി തീരും. ഇങ്ങനെ തുടങ്ങി ഇതിനേക്കാൾ എമ്പാടും പ്രതിഫലങ്ങൾ ഈ ഒരു നിസ്കാരത്തിന്, ചെറിയൊരു നിസ്കാരത്തിന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. ഇതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ഈ 2 റക്അത്ത് നിസ്കരിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ദുഹാ നിസ്കരിക്കേണ്ടത്? പലപ്പോഴും നമുക്ക് ദുഹാ നിസ്കാരത്തിൻ്റെ രൂപം വശമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒഴിവാക്കി കളയും. എന്നാൽ വളരെ എളുപ്പത്തിൽ നിസ്കരിക്കാൻ പറ്റിയൊരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഇത്രയേ ഉള്ളൂ. ആദ്യമായി നിയ്യത്ത് ചെയ്യുക. ദുഹാ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ചെയ്യേണ്ടത്, ഉസല്ലി സുന്നത്ത ദുഹാ റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇനി അതറിയില്ല, അറബി അറിയില്ല എങ്കിൽ മലയാളത്തിൽ പറയാം. എന്ത്? ദുഹായുടെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ദുഹാ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്, ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത് അഫ്ളൽ പള്ളിയിൽ നിസ്കരിക്കലാണ്. ഇനി അതല്ല വീട്ടിലാണ് നിസ്കരിക്കുന്നത്, അങ്ങനെ നിസ്കരിക്കാം. ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് അവരുടെ വീട്ടിനുള്ളിൽ മുസല്ലയിൽ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. അപ്പോൾ അങ്ങനെ നിസ്കരിക്കുക, കൈകെട്ടുക. ഈ നിയ്യത്ത് വെച്ച് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി വജ്ജഹത്ത് ഓതി ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിനു ശേഷം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട 2 സൂറത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തത് സൂറത്തു ശംസാണ്. നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. ഇത് 1ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്താണ്. ഇനി ആ സൂറത്ത് അറിയില്ല എങ്കിൽ, ചില ആളുകൾക്ക് ചിലപ്പോൾ വലിയ സൂറത്ത്, കുറച്ചൊരു വലിയ സൂറത്താണ്, അത് അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? നമുക്കറിയുന്നൊരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ, ഇല്ലേ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന സൂറത്ത്. അത് അധികം ആളുകൾക്കും അറിയാം. ഈ 2 സൂറത്ത് ഇതെന്ത് ചെയ്യുക? ഒരെണ്ണം ഒന്നേ ഓതുന്നുള്ളൂവെങ്കിൽ ഇതിൽ സൂറത്തു ശംസ് ഓതുക, അല്ലെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക. ഇനി 2 കൂടെ ഓതി എന്നാൽ ഏറ്റവും അഫ്ളലാണ്. കാരണം 2ഉം ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? റുക്കൂ ചെയ്യുക. ഇഅ്തിദാൽ സുജൂദൊക്കെ കഴിഞ്ഞിട്ട് 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. 2ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ് ഫാത്തിഹ ഓതി ശേഷം ഓതേണ്ട സൂറത്ത് ആദ്യം സൂറത്തുൽ ദുഹാ ഓതുക. വല്ലുഹ വല്ലൈലി ഇദാ സജ. നമുക്ക് അധികം ആളുകൾക്ക് അറിയുന്ന സൂറത്തായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് കൂടി ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇനി വല്ലുഹ സൂറത്ത് അറിയില്ല എങ്കിൽ ഇഖ്ലാസ് മാത്രം ഓതിയാലും മതി. ഇനി വലിയ സൂറത്ത് അറിയില്ല, ഈ ചെറിയ 2 സൂറത്തുകൾ, ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതിയാൽ മതി. ഇനി ചില ആളുകൾ പറയും ഞങ്ങൾക്ക് സൂറത്തുകളൊന്നും അറിയില്ല, ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ. എന്നാൽ
ഫാത്തിഹ തന്നെ രണ്ടാമത് ഓതിയാൽ അത് സൂറത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് ഹദീസുകളിൽ കാണാം. ഫാത്തിഹ തന്നെ രണ്ടാമതൊന്നും കൂടെ ഓതി, നമ്മൾ ആദ്യം ഫാത്തിഹ ഓതി നിസ്കാരത്തിൽ, എന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ഫാത്തിഹയും കൂടെ ഓതിയാൽ രണ്ടാമത് ഓതിയ ഫാത്തിഹ ഈ സൂറത്തിൻ്റെ സുന്നത്തായ സൂറത്തിൻ്റെ കൂലി ലഭിക്കാൻ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്ന്. ഇനി അതില്ല എങ്കിൽ ഒരു ബിസ്മിയെങ്കിലും ഓതി വെക്കുക. അതുപോലെ 2 റക്അത്ത് നിസ്കരിച്ചു. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം സലാം വീട്ടിയ ശേഷം മഹത്തായി കാണുന്ന ദുആ എന്ന് ഈ ദിക്റൊന്ന് നിങ്ങൾ പറയുക. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഈ ഒരു ദിക്ർ 17 തവണ ചൊല്ലുക. 17 തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മളുടെ ആവശ്യങ്ങൾ ദുആ ഇറക്കുക. ഈ ദുആ നിസ്കാര ശേഷം നമ്മൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദുആയാണ്. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി, എൻ്റെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. വർഹംനി, എന്നോട് നീ കരുണ ചെയ്യണേ അല്ലാ. വതുബ് അലയ്യ, എൻ്റെ മേൽ നീ തൗബ സ്വീകരിക്കണേ അല്ലാ. എൻ്റെ മേൽ നീ വിട്ടുവീഴ്ച ചെയ്ത് എൻ്റെ പാപമോചനം ഒന്ന് സ്വീകരിക്കണേ അല്ലാ. ഞാൻ ഈ തേടുന്ന ഈ തേട്ടത്തെ നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നക അന്ത തവ്വാബുർ റഹീം, നീ ഏറ്റവും വലിയ തൗബ സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവരുമാണ്. ഈ ഒരു ദുആ ചെയ്തിട്ട്, ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അവരുടെ കൈകൾ ഉയർത്തിയിട്ട് റബ്ബിനോട് എന്ത് ആഗ്രഹം പറഞ്ഞാലും എന്ത് ചോദിച്ചാലും ഈ പറഞ്ഞ 10 വമ്പൻ നേട്ടങ്ങളോടൊപ്പം തന്നെ ആ ആഗ്രഹങ്ങളും പൂവണിയുന്നതാണ്. ആ ആഗ്രഹങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലും അതുപോലെ തന്നെ മഹത്തുക്കളുടെ ജീവിതത്തിൽ അവർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, നിലനിർത്താൻ അള്ളാഹു അവസരം നൽകട്ടെ. പല ആളുകളും നിസ്കാരം ഖളാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സുന്നത്തുകളൊക്കെ ഒഴിവാക്കും അല്ലേ. ചില ആളുകളുണ്ട് തറാവീഹ് നിസ്കരിക്കൂല, പറയുന്നത് എന്താ, തറാവീഹ് നിസ്കരിക്കൂല, എന്നിട്ട് പറയും സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണല്ലോ. നിസ്കാരം ഖളാ ഉള്ള ആളുകൾക്ക് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് കിതാബുകളിലുണ്ട് എന്ന് ഉസ്താദുമാരും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇത് മനസ്സിലാക്കാത്തതിൻ്റെ പിഴവാണ്. സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണോ അതല്ല ഖളാ വീട്ടാതിരിക്കലാണോ ഹറാമ്? ഏതാണ് ഹറാമ്? ഖളാ വീട്ടാതിരിക്കലാണ്. എനിക്ക് കുറേ നിസ്കാരങ്ങൾ ഖളാ ഉണ്ട്, ആ ഖളാ ഒന്നും ഞാൻ വീട്ടാതെ സുന്നത്ത് നിസ്കരിക്കാം, എന്നാൽ അത് ഹറാമാണ്. ഏത്? ഈ ഖളാ വീട്ടാതിരിക്കലാണ് ഹറാമ്. സുന്നത്തൊരാൾ നിസ്കരിച്ചു, അതിന് കൂലിയും ലഭിക്കും, അതോടൊപ്പം തന്നെ ഖളാ വീട്ടാത്തതിൻ്റെ ചെറിയ കുറ്റപാടുണ്ട്. അല്ലാതെ അത് ഹറാമാണ് എന്ന് പറയാൻ സുന്നത്ത് നിസ്കരിക്കുന്നത് ഹറാമാണ് എന്നല്ല, മറിച്ച് ഖളാ വീട്ടാതിരിക്കൽ ഹറാമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കഴിവിൻ്റെ പരമാവധി സമയങ്ങൾ കിട്ടുമ്പോൾ ഖളാ വീട്ടാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സമയങ്ങളിലുള്ള സുന്നത്തായ നിസ്കാരം, ഉദാഹരണം പറഞ്ഞാൽ വർഷത്തിൽ വരുന്ന ഒരു സുന്നത്തായ നിസ്കാരമാണ് എന്ത്? തറാവീഹ് നിസ്കാരം. അത് ആ സമയത്ത് നിസ്കരിക്കുക, എന്നിട്ടോ ബാക്കിയുള്ള സമയങ്ങളിൽ ഖളാ വീട്ടാൻ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഈ ളുഹാ സമയം ഒരു ബർക്കത്താക്കപ്പെട്ട ഒരു പ്രത്യേക സമയമാണ്, തഹജ്ജുദിൻ്റെ സമയം. അതല്ലാത്ത എത്രയോ സമയങ്ങൾ നമുക്ക് ബാക്കിയുണ്ട് ഖളാ വീട്ടാനുള്ളത്. ആ സമയത്ത് ഒന്നും ഖളാ വീട്ടാതെ എന്ത് ചെയ്യുക? ഈ സമയത്ത് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറ്റം കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഖളാ വീട്ടേണ്ടുന്ന സമയങ്ങൾ, ആ ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവൻ ഖളാ വീട്ടുകയും ഈ സുന്നത്തായ പ്രത്യേക സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യുകയും ചെയ്യുക, നിസ്കരിക്കുകയും ചെയ്യുക. അതിന് കൂലിയുണ്ട്. ഈ ഖളാ ആക്കിയതിൻ്റെ ഒരു കുറ്റം അതിൻ്റെ ബാക്കിയായിട്ട് അവിടെ ഉണ്ടാകും. അതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. അല്ലാതെ സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ പേരിൽ ഹറാമിൻ്റെ കുറ്റം എന്നല്ല, മറിച്ച് അത് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അള്ളാഹു നമുക്ക് നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടി നിസ്കരിക്കാൻ, നമ്മുടെ നിസ്കാരങ്ങളൊക്കെ എല്ലാ നിസ്കാരങ്ങളും പൂർത്തിയായി നിസ്കരിച്ചിട്ട് റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്ര പറയാനുള്ള അവസരം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുഹാ നിസ്കാരത്തെ പറ്റി ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളെ ഒന്ന് അറിയിച്ചതാണ്. നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു അവസരം നൽകുമാറാകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.